ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സദ്യ സ്റ്റൈലിലുള്ള സാമ്പാർ എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നമുക്ക് നല്ല കുറുകിയ സാമ്പാർ തയ്യാറാക്കിയെടുക്കാം എളുപ്പത്തിൽ. അപ്പോൾ വീട്ടിൽ തന്നെ സാമ്പാർ പൊടി പൊടിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് ഒരുപാട് പച്ചക്കറികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ 2 വെണ്ടയ്ക്കയും 2 വഴുതനങ്ങയും 1 സവാളയും 1 തക്കാളിയും ചെറിയൊരു കഷ്ണം മത്തനുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സാമ്പാർ പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ മട്ടപ്പച്ചരി, 3 ടേബിൾ സ്പൂൺ മല്ലി, കടലപ്പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, കായം എന്നിവ എടുത്തു വയ്ക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മട്ടപ്പച്ചരി, അതായത് ഉണക്കല്ലേരി എന്നൊക്കെ പറയില്ല, അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്കൊരു കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെണ്ടയ്ക്കയും ആദ്യം ചേർത്ത് കൊടുക്കാം. ഇത് ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുക്കായി വരട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതിൽ ആ പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പമാണ്. സാമ്പാർ നല്ല കൊഴുപ്പുണ്ട്. നമ്മുടെ സാമ്പാർ പൊടി അങ്ങനെ നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് തേങ്ങയുടെ ആവശ്യമില്ല. അപ്പോൾ ഓണമൊക്കെ അല്ലേ. ഇനി അവസാനം നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്വാദ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും സാമ്പാറൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ഇപ്പോൾ നമ്മുടെ സാമ്പാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്